എല്ലാ കൂട്ടുകാർക്കും സിക്സാക് അക്കാഡമിയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് VT ഭട്ടതിരിപ്പാടുമായി ബന്ധപ്പെട്ട് PSC ചോദിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. VT ഭട്ടതിരിപ്പാട് ജനിച്ചത് 1896 മാർച്ച് 26-ന്. VT ഭട്ടതിരിപ്പാടിന്റെ പ്രശസ്തമായ നാടകം അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന നാടകം പുറത്തിറങ്ങിയ വർഷം 1929. അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന നാടകം ആദ്യമായി അവതരിപ്പിച്ചത് ഇടക്കുന്നി എന്ന സ്ഥലത്താണ്. അമ്പലങ്ങൾക്ക് തീ കൊളുത്തുക എന്ന ചെറുലേഖനത്തിന്റെ കർത്താവും VT ഭട്ടതിരിപ്പാട് തന്നെയാണ്. യോഗക്ഷേമ സഭയുടെ പ്രധാന പ്രവർത്തകനായിരുന്നു VT ഭട്ടതിരിപ്പാട്. അന്തർജന സമാജം, ബഹുമത സമൂഹം എന്നിവ സ്ഥാപിച്ചത് VT ഭട്ടതിരിപ്പാട്. ബ്രാഹ്മണ സമുദായത്തിലെ ആദ്യ മിശ്ര വിവാഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയും VT ഭട്ടതിരിപ്പാട് തന്നെയാണ്. യുവജന സംഘം എന്ന പ്രസ്ഥാനത്തിന്റെ അമരക്കാരനും VT ഭട്ടതിരിപ്പാട്. കേരളത്തിലെ ദരിദ്ര വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണമെന്നാവശ്യപ്പെട്ട് VT ഭട്ടതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ തൃശൂർ മുതൽ ചന്ദ്രഗിരി പുഴ വരെ 7 ദിവസം നടത്തിയ കാൽനട പ്രചരണ ജാഥ അറിയപ്പെടുന്നത് യാചനാ യാത്ര. ഇത് നടന്നത് 1931-ലാണ്. കുടുംബമുറിക്കൽ, അന്തർജനങ്ങളുടെ വേഷപരിഷ്കരണം, മിശ്രഭോജനം തുടങ്ങിയ സാമൂഹിക പരിഷ്കരണങ്ങൾക്ക് നേതൃത്വം നൽകിയ വ്യക്തിയും VT ഭട്ടതിരിപ്പാട് തന്നെയാണ്. 1968-ൽ മിശ്ര വിവാഹ പ്രചരണത്തിനായി കാഞ്ഞങ്ങാട്ടു നിന്നും ചെമ്പഴന്തി വരെ സാമൂഹിക പരിഷ്കരണ ജാഥ നടത്തിയ വ്യക്തിയും VT ഭട്ടതിരിപ്പാടാണ്. VT ഭട്ടതിരിപ്പാടിന്റെ ആത്മകഥയാണ് കണ്ണീരും കിനാവും. ഇത് പുറത്തിറങ്ങിയത് 1970-ലാണ്. എൻ്റെ സഹോദരീ സഹോദരന്മാരെ, കരിങ്കല്ലിനെ കല്ലായി തന്നെ കരുതുക, മനുഷ്യനെ മനുഷ്യനായും. ആരുടെ വാക്കുകളാണെന്ന് ചോദിച്ചാൽ VT ഭട്ടതിരിപ്പാട്. VT ഭട്ടതിരിപ്പാട് അന്തരിച്ച വർഷം 1982 ഫെബ്രുവരി 12-നാണ്. ഇനി അദ്ദേഹത്തിന്റെ കുറച്ച് പ്രധാന കൃതികൾ നോക്കാം. കണ്ണീരും കിനാവും, കർമ്മവിഭാഗം, പൊഴിഞ്ഞ പൂക്കൾ, ദക്ഷിണായനം, ചക്രവാളങ്ങൾ, വെടിവട്ടം, കരിഞ്ചന്ത, നജനീരംഗം, പോംവഴി, എൻ്റെ മണ്ണ്, സത്യമെന്നത് ഇവിടെ മനുഷ്യനാകുന്നു, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്, വിശക്കാത്ത ദൈവവും വിശക്കുന്ന മനുഷ്യനും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളെ സുഹൃത്തുക്കൾക്ക് ഒന്ന് ഷെയർ ചെയ്ത് നമ്മളെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക.